അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് നമ്മൾക്കെല്ലാം സുപരിചിതനായ നമ്മുടെ KR ബാലേട്ടൻ, പ്രസിഡന്റ് SNDP തിരുവനന്തപുരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ള അധ്യക്ഷൻ സോമൻ അവർ, ഈ മഹാകുടുംബസംഘം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ ഇരിങ്ങാലക്കുട MLA KS അരുൺ അവർ, KR കൊടുങ്ങല്ലൂർ ചെയർമാൻ അവർ, ശ്രീമതി മഞ്ജുള അവർ, ശ്രീ ടി വെള്ളായത്തെ തിരുനാവായ പഞ്ചായത്ത് മെമ്പർ, സ്നേഹമുള്ള KP നാരായൺ മാറാക്കര പഞ്ചായത്ത്, TP നാരായണൻ കൊപ്പങ്കട പഞ്ചായത്ത്, മറ്റു വേദിയിലെയും സഹോദരങ്ങൾ, പ്രിയപ്പെട്ട അമ്മമാരെ, കുട്ടികളെ, വളരെയധികം സന്തോഷത്തോടെ ഈ മലപ്പുറം ജില്ലയിലെ ഇങ്ങനെ ഒരു കുടുംബസംഘത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. സത്യത്തിൽ ഈ വേദിയിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും വളരെയധികം പരിചയമുള്ളതാണ്. കഴിഞ്ഞ ഒരു മാസം മുന്നേ കൊടുങ്ങല്ലൂർ 1556 കുട്ടികൾ മോഹിനിയാട്ടം നടത്തുന്ന ഒരു പരിപാടി ശ്രീനാരായണഗുരുദേവൻ 104 വർഷങ്ങൾക്ക് മുന്നേ, 100 വർഷങ്ങൾക്ക് മുന്നേ ദൈവദശകം എന്ന പ്രാർത്ഥന ലോകം അറിയപ്പെടുന്ന ഗിന്നസ് ബുക്കിലേക്ക് 104 രാജ്യങ്ങളിലെ ഭാഷയിലേക്ക് അത് പരിവർഷത്തിനുള്ള പദവികൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇവിടെ ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ തലമുറയുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു പോയി. കാരണം എനിക്ക് കൊടുങ്ങല്ലൂരും പറവൂരും ആലവിയും തൃശ്ശൂരൊക്കെയുള്ള ഈ തീയ ഫാമിലി ഫുള്ളായിട്ട് അറിയാം. അപ്പോൾ തെക്കോട്ടുള്ള മൊത്തം, കാരണം എൻ്റെ ബിസിനസ് തെക്കോട്ടും കൊടുങ്ങല്ലൂരും കൊല്ലത്തും കോട്ടയത്തും എല്ലാ ഭാഗത്തുള്ളതുകൊണ്ട് എല്ലാം അങ്ങനെ അറിയാൻ കഴിയുന്ന വ്യക്തിയാണ്. അങ്ങനെ 10-20 വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രദേശത്ത് ഞാൻ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസിഡന്റായി ഈ ഗ്രാമത്തിലൊക്കെ ചുറ്റാറുണ്ട്. പക്ഷെ എനിക്ക് എവിടെയും അത് എത്തിപ്പെടാൻ സാധിച്ചില്ല. പക്ഷെ ഒരിക്കൽ ഭാഗ്യം കിട്ടി. ഒരു ശ്രീനാരായണ കോളേജ് ഈ മലപ്പുറം ജില്ലയിൽ എപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ നോക്കിയാൽ വളാഞ്ചേരിയിലെ വണ്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് നോക്കിയാൽ 5 ടവറായി കാണാം. അത് ശ്രീനാരായണ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. കാരണം ഇവിടെ എന്താ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അധ്യാപകരുടെ കണക്ക് ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്റെ മകൾ സിവിൽ സർവീസ് കോയമ്പത്തൂരിൽ വർഷങ്ങളായി. എന്റെ മൂത്ത മകൻ സുജിത്താണ് SNDP പ്രസിഡന്റാണ്. അവിടെ ഒരു ശാഖയിൽ മെമ്പർ പോലും അവരുടെ മകളുടെ ഭർത്താവ് എനിക്ക് പരിചയമുണ്ട്, വിജയൻ എന്ന് പറയുന്ന ആൾ. അങ്ങനെ പരസ്പരമായി ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ അടിത്തറ 100 വർഷങ്ങൾക്ക് മുന്നേ തൃശ്ശൂർ ജില്ലയും തെക്കൻ കേരളത്തിലുള്ള എല്ലാ തീയ മാത്രമല്ല എല്ലാ ജാതിയും വളരെയധികം വിദ്യാഭ്യാസം കൊണ്ടും സാമ്പത്തിക ബിസിനസ് കൊണ്ടും ഉയർന്നു നിൽക്കുന്ന പ്രദേശത്ത് ഞാൻ കടന്നു പോകുന്ന ആളാണ്. പക്ഷെ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോ എന്റെ സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ കാറ് നിർത്താൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ നോക്കുമ്പോൾ സത്യം പറയട്ടെ, ഒരു 100-500 പേരിവിടെ ഇരിക്കുന്നില്ലേ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പോകുമ്പോൾ എനിക്ക് എന്റെ സുഹൃത്തുക്കളായ മുസ്ലിം സഹോദരന്മാരുടെ കൂടെ പോകുമ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയാറുണ്ട്, തൃശ്ശൂരിലെ പാരമ്പര്യമുള്ള ഓരോ കുടുംബത്തിൽ ചെല്ലുമ്പോഴും ഇവിടെ കാണുന്ന അപ്പുറം വിലപിടിപ്പുള്ള കാറുകളും ഡോക്ടർമാരും എഞ്ചിനീയർമാരും സിവിൽ സർവീസ് IAS-ഉം കലക്ടർമാർ കാണുമ്പോൾ അഭിമാനത്തോടെ. അതിന്റെ കാരണം അടിസ്ഥാനം ശ്രീനാരായണ പുസ്തകങ്ങളായി നിങ്ങൾ മനസ്സിലാക്കും. ഇവിടെ കേവലം ഞാൻ സത്യം പറയാൻ വളരെ അടുപ്പുള്ളതാണ് നമ്മൾ ജേർണലിസ്റ്റുമായി. എന്റെ വർഷങ്ങൾക്ക് മുന്നേ വലിയ സ്റ്റേജിൽ വെച്ച് പറയും, ശ്മശാനത്തിൽ യാചിക്കുന്നതായിരുന്നു മലപ്പുറത്ത് നിന്ന്, ശ്മശാനത്തിൽ യാചിക്കുന്നവർ. അദ്ദേഹം സൂചിപ്പിക്കുന്ന അങ്ങനെയായിരുന്നു. അത് അദ്ദേഹം ഇവിടെ 20 വർഷം മുന്നേ അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ശ്മശാനപ്പറമ്പ് വാങ്ങാൻ വേണ്ടിയാണ് ഇവിടുത്തെ തീവ്രമായി ഒത്തുകൂടിയത്. ഒരു ശ്രീനാരായണ കോളേജ് ഉണ്ടാക്കാനല്ല, സ്കൂൾ ഉണ്ടാക്കാനല്ല, ഒന്നിനുമായിരുന്നില്ല. സത്യത്തിൽ വളരെയധികം ദുഃഖം തോന്നി. ഇന്ന് ചൊല്ലിയ പ്രാർത്ഥനയിൽ പോലും വരി തെറ്റിപ്പോയി വരി. നിങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നു, ഈ മലപ്പുറം ജില്ലയിൽ നമ്മുടെ സഹോദര സമുദായങ്ങളായ അവരുടെ വളർച്ച, ഇവിടുത്തെ വലിയൊരു തങ്ങൾമാർ പറയുന്നത്, ബാലേട്ടാവ് നിങ്ങളൊരു മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം, ഇല്ലെങ്കിൽ കുട്ടികൾ നാളെ വഴി തെറ്റിപ്പോകും. കാരണം ഇവിടെയൊക്കെ വീടുകളിൽ ആ പ്രാർത്ഥനയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ഉള്ള ഒറ്റ കാരണമാണ് ആ കുടുംബങ്ങൾ രക്ഷപ്പെടാൻ കാരണം. അല്ലാതെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ഈ പ്രദേശത്ത് നോക്കിയാൽ എവിടെ നോക്കിയാലും ഇന്ന് നോമ്പല്ലേ, ആ പുണ്യമായ മാസത്തിൽ ഒരു കട പോലും തുറക്കുന്നുണ്ടോ? അവരുടെ കടയുണ്ടോ? നമ്മളോ
തീർച്ചയായും നിങ്ങൾ ഇനിയെങ്കിലും അങ്ങനെ ബോധപരമായ ഈ കുടുംബസമൂഹത്തിൽ നിങ്ങളേക്ക് ഒത്തുചേരൽ ഒരുപക്ഷെ തീർച്ചയായും എനിക്ക് മനസ്സിലാവും. ഈ ഒത്തുചേരലോട് എത്രയോ കുട്ടികൾ വിദ്യാസമ്പന്നെ മാറുവാനോ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനോ പറഞ്ഞു വിദ്യ നേടാനല്ല. സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്തുള്ളവരും അറിവുള്ളവരും അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. അറിവ് എന്നൊരു വാക്ക് അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞു ഇല്ലേ? സമ്പത്തല്ല പറഞ്ഞത്, അറിവ് അല്ലേ? നമ്മളൊരു ബഹുമാനിക്കും അദ്ദേഹത്തിന് എന്തിനാണ് നമ്മൾ ചേർന്ന് വിളിക്കുന്നത്? ഒരു പഞ്ചായത്തിൽ പോയാൽ അല്ലേ, ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ എവിടെ പോയാലും ചേർന്നല്ലേ വിളിക്കുന്നത്? അത് അറിവ് നേടുന്നവരാണ് അറിവ് അല്ലേ? പണം ഉണ്ടാക്കിയ പല നാട്ടിലുണ്ടാവും. പക്ഷെ ഈ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്ന ഒരു സ്കൂൾ കളിത്തരം പറ്റുമോ? എത്ര ലക്ഷം ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഒരു സ്കൂളുണ്ട് നമുക്ക്. ഇവരുടെ നാട്ടിലേക്ക് പോയാൽ എങ്ങോട്ട് തിരിഞ്ഞാലും കോളേജുകളും സ്കൂളും 140 ഏക്കർ സ്ഥലമുണ്ട്. മൂത്തുകുന്നം ഞാൻ പലപ്പോഴും അത് പോയി കാണാറുണ്ട് സന്തോഷം കൊണ്ട്. കാരണം 100 വർഷങ്ങൾക്കപ്പുറം അവരുടെ ഉപകാരം അത്ര കഷ്ടപ്പെട്ടു LKG മുതൽ അങ്ങ് MTech വരെ, അത് കഴിഞ്ഞാൽ MBBS വരെ ചെയ്യാൻ ഇന്ന് ഈ സമുദായത്തിന്റെ പേരിൽ സീതാന പ്രസ്ഥാന പേരിൽ ആ പ്രദേശങ്ങളിൽ ഈ കുടുംബ സംഗമം തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിൽ അങ്ങനെ കുട്ടികൾ നന്നാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാനമായ ഒരു മഹാഗുരു നമുക്കുണ്ട്. ആ ഗുരുവിന്റെ നാമത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ പഠിക്കണം. അത് തീർച്ചയായും ഏതൊരു മുസ്ലിമായിട്ട് നമ്മൾ കാണുന്നില്ലേ 3 മണി വരെ പ്രാർത്ഥന, രാത്രി ആയാലും ശരി 11 മണിക്ക് തുടങ്ങിയാൽ 4 മണി വരെ അവരുടെ പ്രഭാഷണം കേൾക്കുന്നു. നമ്മളോ 5 മിനിറ്റ് നമുക്ക് സമയമില്ല. അതുകൊണ്ടല്ലേ വരി തെറ്റിപ്പോയത്. തീർച്ചയായും എന്റെ ട്രെയിൻ പോവും, ഞാൻ വരാൻ കാരണം ഇന്ന് രാവിലെ തന്നെ 5 മണിക്ക് ഇറങ്ങണം. ഇങ്ങനെ സംഗമത്തിൽ മുസ്ലിം സമുദായം പങ്കെടുക്കാറുണ്ട്. എന്നെന്തോ സ്നേഹം കൊണ്ട് വിളിക്കാറ് പലപ്പോഴും. പക്ഷെ ഇതുപോലെ ഒരു പരിപാടിയിൽ ആദ്യമായി ഞാൻ മഹാഗുരുവിന് നന്ദി പറയുകയാണ്. കാരണം ശ്രീനാരായണ ഗുരുവിന്റെ ഒരു SNDP എന്ന പ്രസ്ഥാനം, കാരണം ഗുരുദേവനാണ് SNDP ഉണ്ടാക്കിയത്, വെള്ളാപ്പള്ളിയെല്ലാം ഉണ്ടാക്കിയത്. ശ്രീനാരായണ ഗുരുദേവൻ പ്രസിഡന്റും ഡോക്ടർ പൽപു വൈസ് പ്രസിഡന്റും കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയും അങ്ങനെ പ്രഗത്ഭരായ ആളുകളുടെ ബന്ധത്തിന്റെ പേരിൽ ഒരു സംഘടന ഇവിടെ വരാൻ സാധിച്ചു. അത് നിങ്ങളെ പേര് പറഞ്ഞു KR ബേക്കറി നല്ല ഇട്ടത്, SNDP പ്രസിഡന്റ് തന്നെ ഇട്ടത്. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഒരു നാളിൽ വീണ്ടും ഇതുപോലെ എല്ലാ വർഷവും നിങ്ങൾ നടക്കാൻ സാധിക്കട്ടെ. നിങ്ങളിൽ പാവപ്പെട്ടവനും സമ്പത്തുള്ളവരും അത് മറ്റൊരു ഗുണമായിരിക്കണം. കാരണം അവനെ അല്പ സുഹൃത്തിന് ആചരിക്കുന്നവ അവരുടെ സുഹൃത്തിനായി വരാം. മതമേതായാലും മനുഷ്യൻ നന്നായി മതി. അതുകൊണ്ട് ഞാൻ ഈ മതപഞ്ചിലയിൽ നല്ല കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിംകൾ മതമേതായാലും മനുഷ്യൻ നന്നായി അവർക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ രക്ഷപ്പെട്ടത്. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. Thank you, sir. അടുത്തതായി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർമാനും നമ്മുടെ കുടുംബാംഗവുമായ KR ജയത്രനെ ക്ഷണിച്ചു.